ഹലോ ഗൈസ്, മേളിൽ ബാത്റൂമിൻ്റെ പണിയിറക്കൊണ്ട് നമ്മൾ താഴത്തെ വീട്ടിലാണ് ഇന്നലെ കിടന്നത്. രാവിലെ എണീച്ച് നമ്മൾ 3 പേര് റെഡിയായി ഇറങ്ങി ഭാഗ്യ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അജീഷിനെ ജെഫിനെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെത്തി. നമ്മൾ ആര്യയുടെ വീടിൻ്റെ അടുത്തെത്തി. ഇതാണ് ആര്യയുടെ വീടിൻ്റെ പേര്, സംസ്കൃതി. ഇതാ വീട് എല്ലാവരും വൃത്തിക്ക് കണ്ടോളൂ. വീട്ടിൽ കയറിപ്പോണ്ട് ഇതേ പാടത്തേക്കണ കോലം പോലെ നമ്മുടെ ആര്യ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്റ്റി എത്തി, വിനായകം എത്തി. ഒട്ടുമിക്ക എല്ലാവരും ആയി കഴിയുമ്പോഴേക്കും നമ്മളൊരു സെൽഫി വീഡിയോ എടുത്തു. പിന്നെ വീട് താമസത്തിന്റെ കുറച്ച് ചടങ്ങുകളുണ്ടായിരുന്നു. അങ്ങനെ വിളക്കം കൊണ്ട് കയറി, പിന്നെ പാല് കാച്ചലായിരുന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മളോടൊന്ന് ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. ദേ ഇതാണ് നമ്മൾ മേടിച്ച ഗിഫ്റ്റ്. അവർക്ക് നല്ല ഇഷ്ടമായി. റോസ്റ്റിംഗ് ടൈം. എല്ലാരും വിളിച്ചു. മൊത്തം പൗഡറിന്റെ മച്ചാൻ ഉപയോഗിക്കുന്ന പൗഡർ കാണണോ ഗൈസ്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അജീഷിന് നല്ല ക്ഷീണം കാണും. ഫുഡ് വന്നു. സദ്യ എല്ലാം അടിപൊളിയായിരുന്നു. അജീഷിനെ നല്ല കണക്കിന് ഇട്ടുകൊണ്ട് വിശപ്പ് ഇച്ചിരി കുറവായിരുന്നു. ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണത്തിൽ നമ്മളെല്ലാവരുടെയും ഹാങ് ഔട്ട് സ്പേസിൽ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സംസാരം പാട്ടായി. പരിപാടി കഴിഞ്ഞാൽ അജീഷ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയതല്ലേ, നല്ല രീതിക്ക് തന്നെ നമ്മൾ അവനെ യാത്ര അയച്ചു. വിനായകന്റെ അടുത്ത് ഭയം പറഞ്ഞ് നമ്മൾ ട്രെയിൻ കയറി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ആലുവെത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കായി. ജെഫ് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ടു. നമ്മൾ കയറി ഒരു സർബത്ത് കുടിച്ച് അടുത്ത ബസ് പിടിച്ചു. നടന്ന് വീട്ടിലെത്തി ഒരു കട്ടനം കുടിച്ച് ജംഗ്ഷനിലേക്ക് സാധനം മേടിക്കാൻ പോയി. സാധനം മേടിച്ച് വീട്ടിൽ കൊടുത്ത് വണ്ടി എടുത്ത് ആന്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ആന്റിയുടെ വീട്ടിൽ നിന്ന് തുമ്പക്കുടവും കരിവേപ്പിലും മേടിച്ച് വണ്ടിയിൽ സെറ്റ് ചെയ്തു. ഒരു കാട് ഇളകി വന്ന അവസ്ഥയായി. ഇതുകൊണ്ട് നേരെ ചിറ്റ വീട്ടിൽ പോയി. അപ്പൊ ദേ ഇരിക്കുന്നു നാഗകന്യ പരുവത്തിൽ എന്റെ അനിയത്തി. പിന്നെ എന്റെ പുതിയ വ്ലോഗ് അവൾ ടിവിയിലിട്ടു. എന്നിട്ട് അവൾ അത് കണ്ട് ഒരേ ചിരി. അവിടുത്തെ ചോറും കഴിച്ച് ഞാൻ നേരെ വീട്ടിലെത്തി. ദേ വീട്ടിൽ കലശമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ കാണാം. ബൈ.